Hi students, welcome to Acharya Online Entrance Classes. Myself Vishnu. ഞാൻ നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകനാണ്. നമ്മളിന്ന് പ്ലസ് വൺ ക്ലാസ്സിലെ ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ ചാപ്റ്റർ എടുക്കാൻ കാരണം തന്നെ നിങ്ങൾ 9th ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ഈ ചാപ്റ്ററിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. 9th ക്ലാസ്സിൽ നിങ്ങൾ മോഷൻ പഠിച്ചിട്ടുണ്ട്. മോഷൻ്റെ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, സ്പീഡ് അങ്ങനെയുള്ള കൺസെപ്റ്റുകളെ കുറിച്ചെല്ലാം ഒരു നല്ല ഐഡിയ നിങ്ങൾ 9th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറച്ചുകൂടെ ബ്രോഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫുകളും ഗ്രാഫിക്കൽ കൺസെപ്റ്റുകളും ഗ്രാഫ് വെച്ച് നമ്മൾ ഒരു ബോഡിയുടെ മോഷനെ ക്യാരക്ടറൈസ് ചെയ്യുന്നതും ആ കാര്യങ്ങളൊക്കെയാണ് ഈ ടോപ്പിക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ അടുത്ത ചാപ്റ്ററായിട്ട് നമ്മൾ മോഷനെ പ്ലെയിൻ പഠിക്കും. അപ്പോൾ മോഷനെ സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. അപ്പം നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. ചാപ്റ്ററിന്റെ പേര് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എൻട്രൻസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഗ്രാഫിന്റെ കൺസെപ്റ്റുകൾ കുറച്ച് കൂടുതലായിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് എപ്പോഴാണ് ഒരു ബോഡി സെറ്റ് ടു ബി ഇൻ മോഷൻ, എപ്പോഴാണ് ഒരു ബോഡി മോഷനിലാണ് എന്ന് പറയാൻ സാധിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോഷൻ, MOTION. ഒരു ബോഡിയുടെ മോഷൻ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുന്നത് ഒബ്സർവറിനെയും അതുപോലെ തന്നെ ഒബ്ജക്റ്റിനെയും ബേസ് ചെയ്താണ്. ഒരു ഒബ്സർവറിനെ ബേസ് ചെയ്ത് ടൈമിനനുസരിച്ച് ഒരു ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ബോഡി ഈസ് ഇൻ മോഷൻ. എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ. ഇറ്റ്സ് പൊസിഷൻ ഷുഡ് ചേഞ്ച് അക്കോർഡിംഗ്സ് വിത്ത് ടൈം. ടൈമിനനുസരിച്ച് എന്ത് ചെയ്യണം? ഒബ്സർവറിനെ ബേസ് ചെയ്ത് ടൈമിനനുസരിച്ച് ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ബോഡി എന്തിലാണെന്ന്, മോഷനിലാണ്. അപ്പോൾ ഒരു ബോഡി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് ഇവിടെ നിന്ന് മാറി ഇങ്ങോട്ടേക്ക് മാറി പോയി കഴിഞ്ഞാൽ ഈ പൊസിഷനുകളെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന കർവിനെ വിളിക്കുന്ന പേരാണ് പാത്ത് ഓഫ് ദി ബോഡി. ബോഡി മോഷനിലാണെങ്കിൽ നമുക്ക് ആ ബോഡിയുടെ പൊസിഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു പാത്ത് വരയ്ക്കാൻ സാധിക്കും. ബോഡി മൂവ് ചെയ്യുന്ന ആ ഇൻസ്റ്റാന്റേനിയസ് പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു പാത്ത് വരയ്ക്കാൻ കഴിയും. ഇപ്പോൾ എ എന്നുള്ള പോയിന്റിൽ നിന്ന് അത് അവസാനിക്കുന്ന എവിടെയാണെങ്കിൽ ബിയിലേക്കാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് പാത്ത്, ബോഡിയുടെ മൂവ്മെന്റിലെ പാത്ത്. അപ്പോൾ ഒരു ബോഡി സെറ്റ് ടു ബി ഇൻ മോഷൻ, മോഷനിലാണെന്ന് പറയണമെങ്കിൽ ഒബ്സർവറിനെ, ആ ബോഡിയെ നോക്കുന്ന ഒബ്സർവറിനെ ബേസ് ചെയ്ത് ബോഡിയുടെ പൊസിഷൻ ടൈമിനനുസരിച്ച് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പൊസിഷനുകളെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന കർവുകളെ വിളിക്കുന്ന പേരാണ് പാത്ത്. ഈ പാത്തുകളാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആവാം, കർവ് ആവാം. ഞാൻ ഈ വരച്ചിരിക്കുന്നത് ഒരു കർവാണെന്ന് വിചാരിക്കാം. ഓക്കെ, അടുത്ത കൺസെപ്റ്റ് ഒരു പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. പോയിന്റ് ഒബ്ജക്റ്റ്. ഒരു ബോഡിയെ നമ്മൾ എപ്പോഴാണ് പോയിന്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ എപ്പോഴാണ് പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്? പോയിന്റ് ഒബ്ജക്റ്റ് പേര് തന്നെ ഉണ്ട്, ഒരു പോയിന്റിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ സൈസ്, ആ ബോഡി ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ ബോഡി മൂവ് ചെയ്യുന്ന പൊസിഷൻ, ഡിസ്റ്റൻസിനെ, ആ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെ ബേസ് ചെയ്ത് വളരെ ചെറുതാണെങ്കിൽ നമ്മൾ ആ ബോഡി വിളിക്കുന്ന പേരാണ് പോയിന്റ് ഒബ്ജക്റ്റ്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ബോഡിയുടെ സർഫസിൽ ഒരു ഉറുമ്പിനെ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഉറുമ്പ്, ഈ ഉറുമ്പിനെ വരച്ചു കഴിഞ്ഞാൽ ഈ ഉറുമ്പ് ഒരു പോയിന്റ് ഇരിക്കുമ്പോൾ തോന്നും. കാരണം ആ ഉറുമ്പിന്റെ മൂവ്മെന്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കൺസിഡറേഷൻ ആയതുകൊണ്ട് ഈ പോയിന്റ് ഇരിക്കുന്ന ഉറുമ്പിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് പറയാം. ഇപ്പൊ ഒരു കാർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കാർ കിലോമീറ്ററോളം സഞ്ചരിക്കുകയാണ്. അങ്ങനെ കിലോമീറ്ററുകളാണ് നമ്മുടെ ആ മൂവ്മെന്റിന്റെ കൺസെപ്റ്റ് എങ്കിൽ ആ കാറിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് പറയാം. ഇപ്പൊ 5 കിലോമീറ്റർ മൂവ് ചെയ്യുന്ന ഒരു ട്രെയിനിനെ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ട്രെയിൻ മൂവ് ചെയ്യുന്ന 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രെയിനിന് തന്നെ ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നീളം ഉണ്ട്, 1 കിലോമീറ്ററോളം നീളം ഉണ്ടാവും. ആ സമയത്ത് ട്രെയിനിന് നമുക്ക് പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയാൻ സാധിക്കില്ല. അതേസമയം ട്രെയിൻ മൂവ് ചെയ്യുന്നത് കിലോമീറ്ററുകളോളം, 2000-ഓ 4000-ഓ 5000-ഓ കിലോമീറ്ററുകളോളം എന്ത് ചെയ്യണം? ട്രെയിൻ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മൂവ്മെന്റിനെ കൺസിഡർ ചെയ്ത് ആലോചിച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ഒരു ചെറിയ ഒബ്ജക്റ്റ് ആണ്. ആ സമയത്ത് ട്രെയിനിന് നമുക്ക് എന്തായിട്ട് പറയാം? പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് പറയാം. അപ്പോൾ മൂവ്മെന്റിനെ ബേസ് ചെയ്ത് അത് സഞ്ചരിക്കുന്ന ലെങ്തിനെ ബേസ് ചെയ്ത്, പാത്തിന്റെ ലെങ്തിനെ ബേസ് ചെയ്ത് നമുക്ക് ആ ഒബ്ജക്റ്റ് വളരെ ചെറുതാണെങ്കിൽ നമുക്ക് അവൻ എന്തായിട്ട് പറയാം? പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് പറയാം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു പോയിന്റിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഒബ്ജക്റ്റ്. മനസ്സിലായോ?
ഇനി പോയിന്റ് ഒബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മോഷനിലേക്ക് കടക്കാൻ പോവാണ്. മോഷൻ നമ്മൾ പലതായിട്ട് എന്ത് ചെയ്യുന്നു, ക്യാരക്ടറൈസ് ചെയ്യാൻ പോവാണ്. മോഷനുകളെ എങ്ങനെ നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാം. ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് വൺ ഡയമെൻഷണൽ മോഷൻ. വൺ ഡയമെൻഷണൽ മോഷൻ. വൺ ഡയമെൻഷണൽ മോഷൻ. നമ്മൾ മോഷനെ ക്യാരക്ടറൈസ് ചെയ്യാൻ പോവാണ് വൺ ഡയമെൻഷണൽ മോഷൻ. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ ഞാനിപ്പോൾ ഒരു ചെറിയ കമ്പ് എടുക്കുകയാണ്, ഒരു സ്റ്റിക്ക് എടുക്കുകയാണെന്ന് വിചാരിച്ചു. ഈ സ്റ്റിക്കിലേക്ക് ഞാനൊരു അല്ലെങ്കിൽ ഒരു ഈർക്കിൽ പോലത്തെ എന്തെങ്കിലും ചെറിയ നീളം കട്ടി കുറഞ്ഞ എന്തെങ്കിലും ഒരു കമ്പ് പോലത്തെ എന്തെങ്കിലും സാധനം എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു ഉറുമ്പിനെ വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പിന് രണ്ട് രീതിയിലേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നുകിൽ ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മുന്നിലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യാം, പുറകിലേക്ക് മൂവ് ചെയ്യാം. അങ്ങനെ ഒരു ഡയമെൻഷനിൽ മാത്രം ബോഡിയുടെ മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യുകയാണെങ്കിൽ ആ മോഷനെ വിളിക്കുന്ന പേരാണ് വൺ ഡയമെൻഷണൽ മോഷൻ. അല്ലെങ്കിൽ ഒരു സ്ട്രൈറ്റ് ലൈനിലൂടെ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ്. ഇപ്പൊ ഒരു കാർ സ്ട്രൈറ്റ് ഹൈവേ വഴി മൂവ് ചെയ്യാണ്. നമുക്ക് കാറിന് ഒന്നുകിൽ മുന്നോട്ടുള്ള മൂവ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്തുണ്ട്, പുറകിലോട്ടുള്ള മൂവ്മെന്റ് ഉണ്ട്. ഒരേ ഒരു ഡയമെൻഷനിൽ മാത്രം മൂവ്മെന്റ് ഉണ്ട് എങ്കിൽ ആ മോഷനെ വിളിക്കുന്ന പേരാണ് വൺ ഡയമെൻഷണൽ മോഷൻ. രണ്ടാമത് ടു ഡയമെൻഷണൽ മോഷൻ. ടു ഡയമെൻഷണൽ മോഷൻ. അതാണ് രണ്ടാമത് ടു ഡയമെൻഷണൽ മോഷൻ. പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ ബോഡിയുടെ മൂവ്മെന്റ് രണ്ട് ഡയമെൻഷനിലാണെങ്കിൽ നമുക്ക് അതിന് എന്ത് വിളിക്കാം, ടു ഡയമെൻഷണൽ മോഷൻ എന്ന് വിളിക്കാം. ഇപ്പൊ ഞാൻ ഒരു ഉറുമ്പിനെ എടുത്ത് ഈ ബോഡിയുടെ സർഫസ് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്ന ഉറുമ്പിന് മുന്നോട്ടേക്കോ പുറകിലേക്കോ ഈ സൈഡിലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഡയമെൻഷൻ ഒന്നല്ല രണ്ട് ഡയമെൻഷനിൽ മൂവ് ചെയ്യാമെങ്കിൽ എലോങ് ലെങ്ത് എലോങ് ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ആ രീതിയിൽ മൂവ് ചെയ്യാമെങ്കിൽ നമ്മൾ ആ ബോഡിയുടെ മൂവ്മെന്റ് എന്ന് വിളിക്കും, ടു ഡയമെൻഷണൽ മോഷൻ എന്ന് വിളിക്കും. ഇനി ഞാൻ ഈ ഉറുമ്പിനെ ഇപ്പൊ മൂന്നാമത്തെ സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, മൂന്നാമത്തെ ത്രീ ഡയമെൻഷണൽ മോഷൻ ആണ്. 3D മോഷൻ, ത്രീ ഡയമെൻഷണൽ മോഷൻ. ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഉറുമ്പിന് പകരം ഞാനൊരു എന്തെങ്കിലും ഒരു ചെറിയ എന്താണ് പറക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു സാധനം എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കിളി കൺസിഡർ ചെയ്യുകയാണ്, ഒരു പറവ അല്ലെങ്കിൽ ഒരു പക്ഷി, ഒരു ബേർഡിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബേർഡിന്റെ മൂവ്മെന്റ് എന്താണ്, ഒരു പ്ലെയിനിലൂടെ അല്ല, അതിന് ത്രീ ഡയമെൻഷനായിട്ട് എന്ത് ചെയ്യാം, ഇങ്ങോട്ടുള്ള മൂവ് ചെയ്യാം, സ്പേസിൽ മൂവ് ചെയ്യാം. അങ്ങനെയുള്ള മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ത്രീ ഡയമെൻഷണൽ മോഷൻ. ഓക്കെ, ഞാൻ ചെറിയ എന്തെങ്കിലും ഒരു പാറ്റ എടുക്കുകയാണെന്ന് വിചാരിച്ചു. പാറ്റ മൂവ് ചെയ്യാണ്, പറക്കുകയാണ്. എങ്ങോട്ട് വേണം പറക്കാം, മുന്നോട്ട് പറക്കാം, പുറകിലേക്ക് പറക്കാം, സൈഡിലേക്ക്, എങ്ങോട്ട് വേണമെങ്കിൽ പറക്കാം. അങ്ങനെയുള്ള മൂവ്മെന്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ത്രീ ഡയമെൻഷണൽ മോഷൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ നമുക്ക് മോഷനെ മൂന്നായിട്ട് എന്ത് ചെയ്യാം, കാറ്റഗറൈസ് ചെയ്യാം. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം, എന്താണ് മോഷൻ. മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്സർവറിനെ ബേസ് ചെയ്ത്, നോക്കുന്ന ഒരാളെ ബേസ് ചെയ്ത് ഒരു ഒബ്ജക്റ്റിന് പൊസിഷൻ ചേഞ്ച് ടൈം കഴിയുന്നവർ സംഭവിക്കുകയാണെങ്കിൽ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ. ഇവിടെ ഇൻസ്റ്റാന്റേനിയസ് പൊസിഷൻസ്, ആ ഓരോ ടൈമിലും അത് മൂവ് ചെയ്യുന്ന പൊസിഷനെ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന കർവിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പാത്ത് ഓഫ് ദി ബോഡി, ബോഡിയുടെ എന്ത്, പാത്ത്. പിന്നെ പറഞ്ഞത് പോയിന്റ് ഒബ്ജക്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഒരു ബോഡി മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ബോഡിയുടെ മൂവ്മെന്റിനെ ബേസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ആ ഒബ്ജക്റ്റിന്റെ സൈസ് വളരെ ചെറുതാണെങ്കിൽ നമുക്ക് അതിനെ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഒരു പോയിന്റ് ഇരിക്കുന്ന ഒബ്ജക്റ്റിനെയാണ് പോയിന്റ് ഒബ്ജക്ട് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ കാറിന്റെ കേസ് എടുത്താൽ തന്നെയും ഒരു കാറ് കിലോമീറ്ററോളം സഞ്ചരിക്കുകയാണെന്ന് വിചാരിച്ചു, 100, 200, 300 കിലോമീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ ആ മൂവ്മെന്റിന്റെ, അത് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെ ബേസ് ചെയ്ത് ആ ബോഡി വളരെ കുഞ്ഞാണ്, വളരെ ചെറുതാണ്. അങ്ങനെയുള്ള ഒബ്ജക്റ്റുകളെ വിളിക്കുന്ന പേരാണ് എന്ത്, പോയിന്റ് ഒബ്ജക്ട്. ഒരു പോയിന്റിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഒബ്ജക്ട്. പിന്നെ ഞാൻ പറഞ്ഞത് കാറ്റഗറൈസേഷൻ ആണ്, ബോഡിയുടെ മൂവ്മെന്റ് കാറ്റഗറൈസേഷൻ ആണ്. 3 തരത്തിൽ നമുക്ക് മൂവ്മെന്റ് കാറ്റഗറൈസ് ചെയ്യാം. ഏതൊക്കെയാ, വൺ ഡയമെൻഷണൽ മോഷൻ, ബോഡിയുടെ മൂവ്മെന്റ് ഒരു ഡയമെൻഷനിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ഉറുമ്പിനെ ഒരു സ്റ്റിക്കിന്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് മുന്നോട്ടേക്കും പുറകിലോട്ടും മാത്രമേ സഞ്ചരിക്കത്തുള്ളൂ. ഒരു കാർ സ്ട്രൈറ്റ് ഹൈവേ പോകുന്ന കാർ, ആ മൂവ്മെന്റുകളെല്ലാം എന്താണ്, വൺ ഡയമെൻഷണൽ മോഷൻ ആണ്. രണ്ടാമത് പറഞ്ഞത് ടു ഡയമെൻഷണൽ മോഷൻ. ഒരു ബോഡിയെ നമ്മൾ ഒരു സർഫസ് വെച്ച് കഴിഞ്ഞാൽ സർഫസിലൂടെ എങ്ങോട്ട് വേണമെങ്കിലും ബോഡിക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. അങ്ങനെയുള്ള മൂവ്മെന്റ് വിളിക്കുന്ന പേരാണ് ടു ഡയമെൻഷണൽ മോഷൻ. എങ്ങോട്ട് വേണം, പറക്കാൻ കഴിയുന്ന ഒരു ഒബ്ജക്റ്റിനെ ബേസ് ചെയ്ത് അതിന്റെ മൂവ്മെന്റ് പറയുന്ന പേരാണ് എന്ത്, ത്രീ ഡയമെൻഷണൽ മോഷൻ. അതിന് ഫ്രണ്ടിലോട്ടോ പിറകിലേക്കോ അല്ലെങ്കിൽ സൈഡിലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം, പറന്നു പോകാം. ആ മോഷനെയാണ് നമ്മൾ ത്രീ ഡയമെൻഷണൽ മോഷൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് അടുത്തായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. നമുക്ക് അതിലേക്ക് പോവാം. ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബോഡി മോഷനിലാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് ചെയ്യുന്ന അത് മൂവ് ചെയ്ത് അതിന്റെ മൂവ്മെന്റ് പാത്ത് ഞാൻ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്ത് ഇതാ ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് പാത്ത് കിട്ടി, ഇത് മൂവ് ചെയ്യുന്ന പാത്ത് കിട്ടി. ഈ പാത്തിന്റെ ലെങ്തിനെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ഈസ് ദി ലെങ്ത് ഓഫ് ദി പാത്ത്. ലെങ്ത് ഓഫ് ദി പാത്ത്
ലെങ്ത് ഓഫ് ദി പാത്ത് ഈസ് കോൾഡ് ഡിസ്റ്റൻസ്. ഒരു ബോഡി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പാത്തിന്റെ ട്രേസ് ചെയ്യുന്ന പാത്തിന്റെ ലെങ്തിനെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ്. അതേസമയം ഈ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ഏറ്റവും ചെറിയ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി, അതായത് ഒരു ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തന്നിരുന്നാൽ അവരെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പാത്തിന്റെ ലെങ്തിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദി സ്മോളസ്റ്റ് പാത്ത്, ലെങ്ത് ഓഫ് ദി സ്മോളസ്റ്റ് പാത്ത്. ആ ഏറ്റവും ചെറിയ ഇനിഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏറ്റവും ചെറിയ പാത്തിന്റെ ലെങ്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നമുക്ക് ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്താലും അതിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സ്കെയിലാർ ക്വാണ്ടിറ്റിയും അതുപോലെ എന്തും വെക്റ്റർ ക്വാണ്ടിറ്റിയും രണ്ടായിട്ട് തരംതിരിക്കാം. ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതിന് ഡയറക്ഷൻ ഉണ്ട്. ഇപ്പൊ എന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബി നേരേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ അങ്ങനെ ഡയറക്ഷനും കൂടെ ഉള്ള ക്വാണ്ടിറ്റിയാണ് ഡിസ്പ്ലേസ്മെന്റ്. പക്ഷെ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഓൾവേസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു ബോഡി മൂവ്മെന്റിലാണെങ്കിൽ അത് മൂവ് ചെയ്യുന്ന പാത്തിന്റെ ലെങ്തിനെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ്. ആ ഇനിഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയും നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് പാത്തിന്റെ ലെങ്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ തന്നെ നമുക്ക് ഇതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള കുറച്ച് പോയിന്റുകൾ മനസ്സിലായി കാണും. എന്തൊക്കെയാണ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണും. ഇപ്പോ ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ലെങ്ത് ഓഫ് ദി പാത്ത് ആണ് എന്ത്? ഡിസ്റ്റൻസ്. ആ ഡെഫിനിഷൻ തന്നെയാണ് ഇവരെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇവരുടെ പ്രോപ്പർട്ടീസ് കമ്പയർ ചെയ്യാനുള്ള ഒരു പോയിന്റ്. ഡെഫിനിഷൻ അനുസരിച്ച് ലെങ്ത് ഓഫ് ദി പാത്ത് ആണ് ഡിസ്റ്റൻസ്, സ്മോളസ്റ്റ് ലെങ്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ കാര്യം. ഇപ്പോ ഒന്നാമത്തെ ഡെഫിനിഷൻ തന്നെയാണ് ഇവരുടെ ഡിസ്റ്റിങ്ഷനിൽ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. എന്ന് വെച്ചാൽ ഇവരുടെ ഡയറക്ഷൻ ഒന്നുമില്ല, ജസ്റ്റ് ലെങ്ത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇപ്പൊ ഡിസ്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. രണ്ടാമത്തെ പോയിന്റ് ആണ് ഡിസ്റ്റൻസ് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി വൈൽ ഡിസ്പ്ലേസ്മെന്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അടുത്ത പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ഒരിക്കലും സീറോ ആവത്തില്ല. മൂവ്മെന്റിലുള്ള ഒരു ബോഡിയുടെ ഡിസ്റ്റൻസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? സീറോ ആവത്തില്ല. കാരണം ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഒരു പോയിന്റ് ഫൈനൽ പോയിന്റിലോട്ട് മൂവ് ചെയ്താൽ മാത്രമേ ബോഡി അണ്ടർ മോഷനിൽ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഡിസ്റ്റൻസ് നെവർ ഈക്വൽ ടു സീറോ. ഒരിക്കലും ഡിസ്റ്റൻസ് എന്താവത്തില്ല? സീറോ ആവത്തില്ല. അത് മാത്രമല്ല ഡിസ്റ്റൻസ് എന്തും ആവത്തില്ല? വിൽ നെവർ നെഗറ്റീവ്. ഡിസ്റ്റൻസ് എന്താവത്തില്ല? നെഗറ്റീവ് ആവത്തില്ല. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവാം, പോസിറ്റീവ് ആവാം, അതുപോലെ എന്തുമാവാം? നെഗറ്റീവ് ആവാം. എന്ത് വാല്യൂ ആണെങ്കിലും ഡിസ്പ്ലേസ്മെന്റിന് അക്യൂർ ചെയ്യാം. സീറോ വാല്യൂ വരാം, പോസിറ്റീവ് വരാം, അല്ലെങ്കിൽ എന്ത് വരാം? നെഗറ്റീവ് വരാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ഒരു ബോഡി ഇപ്പോ എ എന്നുള്ള പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യാണ്? ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്താണ്. ബിയിൽ നിന്ന് അത് എന്തിലേക്ക് വരികയാണ്? ഇപ്പോ തിരിച്ച് ഇപ്പൊ എന്ന് ബിയിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അത് പറയാം. എന്ന് ബിയിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് എയും ബിയും തമ്മിലുള്ള അകലം 5 മീറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പോ എന്ന് ബി വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 5 ആണ്. തിരിച്ച് എന്ന് ബിയിലേക്ക് പോയിട്ട് അത് തിരിച്ച് എവിടെ വന്നു? ബിന്ന് കറക്റ്റ് എയിലേക്ക് തന്നെ തിരിച്ചു വന്നു വിചാരിച്ചു. സ്ട്രേറ്റ് പോയിട്ട് എന്ന് ബിയിലോട്ട് തന്നെ തിരിച്ചു വന്നു. എന്ന് ബിയിൽ പോയി ബി നേരെ എയിലോട്ട് തന്നെ തിരിച്ചു വന്നു. അങ്ങോട്ടേക്കുള്ള മൂവ്മെന്റിനെ 5 മീറ്റർ പോസിറ്റീവായിട്ട് എടുത്താൽ തിരിച്ചുള്ള മൂവ്മെന്റിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? -5 മീറ്റർ ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പൊ ഇനിഷ്യൽ പോയിന്റും എ ആണ്, ഇപ്പൊ എത്തിയ ഫൈനൽ പോയിന്റ് എ ആണ്. അതുകൊണ്ട് തന്നെ ഇനിഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് അത് ജസ്റ്റ് ആ പോയിന്റ് മാത്രമാണ്, പാത്ത് ഇല്ല. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എന്തായി? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എത്രയായി? 0 ആയി. അതേസമയം ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിലോ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എ എന്ന് നേരെ ബിയിൽ പോയി ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് വന്നു. പാത്തിന്റെ ലെങ്ത് നോക്കി 5 എത്രയായിട്ട് മാറി? 10 ആയിട്ട് മാറി. ഈ വരച്ചേക്കുന്നതല്ല, ഞാൻ ഈ സ്ട്രൈറ്റ് പാത്ത് കൺസിഡർ ചെയ്യുന്നത്. എ ഈ സ്ട്രൈറ്റ് ലൈനിലൂടെ ബിയിലേക്ക് പോയി ബിയിൽ തിരിച്ച് എന്ത് ചെയ്തു? എയിലേക്ക് വന്നു. അപ്പൊ ഡിസ്റ്റൻസ് ഈക്വൽ ടു എത്രയായിട്ട് മാറി? 10 ആയിട്ട് മാറി. അതുപോലെ ഇപ്പോ എന്ന് ബിയിലോട്ട് പോകുന്നത് കൺസിഡർ ചെയ്യുന്നതിന് പകരം ഞാൻ ബിന്ന് എയിലേക്ക് വരുന്ന ഡിസ്പ്ലേസ്മെന്റ് എടുക്കുകയാണ്. ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ബി ടു എ പോയിട്ട് തിരിച്ചു വരുന്ന ആ സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബിന്ന് എയിലേക്ക് വരുമ്പോഴും ഡിസ്റ്റൻസ് എത്ര തന്നെയാണ്? 5 തന്നെയാണ്. അതേസമയം ബോഡി തിരിച്ച് റീട്രേസ് ചെയ്യുന്നത് കൊണ്ട് അവന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിട്ട് കൺസിഡർ ചെയ്യണം? -5 ആയിട്ട് കൺസിഡർ ചെയ്യണം. മനസ്സിലായോ? അപ്പൊ ഇതാണ് കൺസെപ്റ്റ്. അപ്പോ എന്താ? ഡിസ്റ്റൻസ് ഒരിക്കലും എന്താവത്തില്ല? സീറോ ആവത്തില്ല, നെഗറ്റീവ് ആവത്തില്ല. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് 0 ആവാം, പോസിറ്റീവ് ആവാം, അതുപോലെ എന്താവാം? നെഗറ്റീവ് ആവാം.
ഈ എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. എ എന്ന് ബിയിലേക്ക് ബോഡി മൂവ് ചെയ്യാണ്. ആ സമയത്ത് എ എന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് 5, ബി എന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് -5. സോറി, എ എന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് 5, ബി എന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസും 5 തന്നെയാണ്. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ എ ടു ബി ഡിസ്പ്ലേസ്മെന്റ് 5, ബി ടു എ പോകുന്ന പോക്കിലെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ബി ടു എ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? -5 എടുക്കണം. അപ്പോൾ എയിൽ തുടങ്ങി എയിൽ തന്നെ അവസാനിച്ചത് കൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് 0, പക്ഷെ ഡിസ്റ്റൻസ് എത്രയാണ്? 10 ആണ്. തിരിച്ചുള്ള മൊമെന്റ് ബി ടു എ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് -5 ആയിട്ട് എടുക്കുക, ഡിസ്റ്റൻസ് എത്ര തന്നെയാണ്? +5 തന്നെയാണ്. നമുക്ക് ഒരു പോയിന്റ് കൂടെ നോക്കാം. 4ാമത്തെ പോയിന്റ്. ടൈം കഴിയും തോറും ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഒരു ബോഡി എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്ത് എന്ത് ചെയ്യുന്നു? ബിയിലെത്തി. ബിയിൽ നേരെ തിരിച്ച് എന്തിലേക്ക് വരികയാണ്? സിയിലേക്ക് വരികയാണ് വിചാരിച്ചു. ടൈം കഴിയും തോറും എ ടു ബി, എയിൽ നേരെ എവിടെ പോയി? ബിയിലോട്ട് പോയി. പിന്നെ ബിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സിയിലേക്ക് വന്നു. ഇപ്പൊ എ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് 5, ബി നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ? 3. അപ്പൊ ടൈം കഴിയും തോറും ബോഡിയുടെ ഡിസ്റ്റൻസ് കൂടി വരുന്നു. അപ്പൊ ഡിസ്റ്റൻസ് ടൈമിനനുസരിച്ച് കൂടിക്കൊണ്ട് വരത്തേ ഉള്ളൂ. ഒരു ബോഡി എന്തിലാണെങ്കിൽ, മൂവ്മെന്റിലാണെങ്കിൽ, പൊസിഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ടൈം കഴിയും തോറും ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഡിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത്, അതായത് ഡിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ടൈം. ടൈമിനനുസരിച്ച് ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ എ എന്ന് ബിയിലോട്ട് മൂവ് ചെയ്യുക. ഡിസ്പ്ലേസ്മെന്റ് ഇനിഷ്യൽ പോയിന്റ് എ, ഇവിടെ എത്തി ഡിസ്പ്ലേസ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരുന്ന സമയത്ത് എയിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് സിയിലോട്ട് അടുക്കുന്നതനുസരിച്ച് ഈ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ആ ഷോർട്ടസ്റ്റ് ലെങ്ത് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അങ്ങോട്ടേക്ക് പോകുമ്പോൾ കൂടി വരികയാണെങ്കിലും ബോഡി റീട്രേസ് ചെയ്യുന്ന സമയത്ത് ടൈം കഴിയും തോറും ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരികയാണ്. അപ്പൊ സമയത്തിനനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യാം? ഡിക്രീസ് ചെയ്യാം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി ഇൻക്രീസ് ഓർ എന്ത്? ഡിക്രീസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. വിത്ത് റെസ്പെക്ട് ടു എന്ത്? ടൈം. ടൈമിനനുസരിച്ച് എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡിക്രീസ് ചെയ്യാം. കാരണം മനസ്സിലായല്ലോ. എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ബിയിൽ നിന്ന് പിന്നെ സിയിലേക്ക് വന്നു. ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 5, പിന്നെ കൂടി 5, 3, 8 എന്നുള്ള ലെങ്തിലേക്ക് ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കത്തുള്ളൂ, പൊസിഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ. അതേസമയം എയിൽ നിന്ന് ബിയിലേക്ക് പോയി സിയിലേക്ക് വരുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടൈം കഴിയും തോറും ഡിസ്പ്ലേസ്മെന്റ് കൂടി വന്നിട്ട് തിരിച്ച് ബോഡി റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ ഡിസ്പ്ലേസ്മെന്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറഞ്ഞു. അപ്പൊ ടൈമിനനുസരിച്ച് ഡിസ്റ്റൻസ് ഓൾവേസ് ഇൻക്രീസസ്, പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് കൂടാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? കുറയാം. മനസ്സിലായോ? അപ്പൊ ഇത്രയുമാണ് എന്ത്? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു ബോഡി മൂവ് ചെയ്യുന്ന പാത്തിന്റെ ലെങ്ത് ഓഫ് ദി പാത്തിനെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ്. ലെങ്ത് ഓഫ് ദി പാത്ത് ആണ് ഡിസ്റ്റൻസ്. അതേസമയം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്, അല്ലെങ്കിൽ ഇനിഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് തമ്മിലുള്ള ദ ലെങ്ത് ഓഫ് ദി സ്മോളസ്റ്റ് പാത്ത് വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. പിന്നെ പറഞ്ഞത് ഇവരുടെ ഡിസ്റ്റിങ്ഷൻ ആണ്. നമുക്ക് എങ്ങനെയൊക്കെ ഇവരൊന്ന് തരംതിരിക്കാം, അല്ലെങ്കിൽ ഇവരെ തമ്മിൽ താരതമ്യം ചെയ്യാം. ഒന്ന് നമുക്ക് ഡെഫിനിഷൻ വെച്ച് തന്നെ. ഒന്ന് എന്താ? ലെങ്ത് ഓഫ് ദി പാത്തും, മറ്റൊന്ന് ലെങ്ത് ഓഫ് ദി സ്മോളസ്റ്റ് പാത്തും. രണ്ടാമത്തത് ഡിസ്റ്റൻസ് ഇസ് എ സ്കെയിലർ വൈൽ ഡിസ്പ്ലേസ്മെന്റ് ഇസ് എ വെക്ടർ. ഡയറക്ഷൻ കൂടെ ഉള്ള ക്വാണ്ടിറ്റി ആണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. പിന്നെ പറഞ്ഞത് ഡിസ്റ്റൻസ് നെവർ സീറോ. ഡിസ്റ്റൻസ് ഒരിക്കലും എന്താവത്തില്ല? സീറോ ആവത്തില്ല. വിൽ നെവർ നെഗറ്റീവ്. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ 4ാമത്തെ പോയിന്റ്, ടൈം കഴിയും തോറും ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യാം? കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള കമ്പാരിസണും അതുപോലെ ഡെഫിനിഷനും. അടുത്തതായിട്ട് ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഞാൻ ആ എക്സാമ്പിൾസിലേക്ക് പോവാണ്. എക്സാമ്പിൾസ് നോക്കുക. ഞാനൊരു സെമി സർക്കുലർ പാത്ത് എടുക്കുകയാണ്. ഒരു ബോഡി മൂവ് ചെയ്യുന്നത് എ എന്നുള്ള ഈ പോയിന്റ് നിന്ന് ബി എന്നുള്ള പോയിന്റിലേക്ക് സെമി സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യാം. ഈ സെമി സർക്കുലർ പാത്തിന്റെ റേഡിയസ് ഒരു 6 ആണെന്ന് വിചാരിക്കുക. റേഡിയസ് 6 ആണ്. ബോഡി എന്ത് ചെയ്യാണ്? എ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് സെമി സർക്കുലർ പാത്തിലൂടെ ഇവിടെ എത്തി, ബിയിലെത്തി എന്ന് വിചാരിക്കുക. നോക്കിയേ, ഈ ബോഡിയുടെ മൂവ്മെന്റ് എങ്ങോട്ടാണോ ആ ഡയറക്ഷൻ പോസിറ്റീവും, ആ മൂവ്മെന്റ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്തുവാണ്? നെഗറ്റീവ് ആണ്. അതിന് ഇനിഷ്യൽ വെലോസിറ്റി, അങ്ങനെ പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഇനിഷ്യൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ പോസിറ്റീവ് ആയിട്ടും അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ എന്തായിട്ടും നെഗറ്റീവ് ആയിട്ടുമാണ് കൺവെൻഷനലി നമ്മൾ ടേക്ക് ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക.
ഈ മോഷനകത്ത് ഏത് മോഷൻ എടുത്താലും നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റി ഡയറക്ഷൻ പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ടും അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്തായിട്ടും നെഗറ്റീവ് ആയിട്ട് കണക്കാക്കും. അങ്ങനെയാണെങ്കിൽ എന്ന് ബോഡി നേരെ ഒരു വെലോസിറ്റി വെച്ചിട്ട് d ആണ് മൂവ് ചെയ്ത് ഇവിടെ എത്തി, b എന്ന് പറയുന്ന പോയിന്റിൽ എത്തി. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ, ഡിസ്റ്റൻസ് ട്രാവൽഡ് കാൽക്കുലേറ്റ് ചെയ്താൽ ഈ സെമി സർക്കുലർ പാത്തിന്റെ ലെങ്ത് ആണ് ഡിസ്റ്റൻസ് അല്ലെ. സർക്കിളിന്റെ ടോട്ടൽ പെരിമീറ്റർ 2πr ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ സെമി സർക്കിളിന്റെ ലെങ്ത് ഈ ഹാഫ് പെരിമീറ്റർ എത്രയായിരിക്കും? πr ആയിരിക്കും. അപ്പൊ അവന്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ്? πr. കാരണം സെമി സർക്കുലർ പാത്ത് ആണ്. സെമി സർക്കിളിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സർക്കംഫറൻസിന്റെ പകുതി. ടോട്ടൽ സർക്കംഫറൻസ് 2πr ആണ്, അതിന്റെ പകുതി എത്രയാണ്? πr ആണ്. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, എ എന്നുള്ള പോയിന്റിൽ നിന്ന് ബി എന്നുള്ള പോയിന്റിലേക്കുള്ള ആ ഷോർട്ടസ്റ്റ് പാത്ത്, അതായത് ഈ സ്ട്രെയിറ്റ് പാത്തിന്റെ ലെങ്ത് ആണ്. അപ്പൊ അതിനെ ഞാൻ എ ബി എന്ന് കൺസിഡർ ചെയ്താൽ എ ബി സി ഈക്വൽ ടു റേഡിയസ് r ആയതുകൊണ്ട് ഇത് ഡയമീറ്റർ ആണ്, അത് എത്രയായിട്ട് മാറും? 2r ആയിട്ട് മാറും. അപ്പൊ ഒന്നാമത്തെ എക്സാമ്പിളിൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു πr, ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എത്ര? 2r. ഇതുപോലെ വേറെ എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ ഞാൻ ഒരു ഒബ്ജക്റ്റിനെ തറയിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു? തിരിച്ചതായി ഇവിടെ തന്നെ എത്തിച്ചെന്ന് വിചാരിച്ചു. ഈ ഹൈറ്റ് ഒരു h ആണ് വിചാരിക്കുക, ഒരു ഹൈറ്റ് h ആണ്. ഒരു കല്ലെടുത്ത് ഇവിടെ നിന്ന് എറിഞ്ഞ് ആ കല്ല് എന്ത് ചെയ്യുന്നു? താഴെ കറക്റ്റ് ഈ എറിയുന്ന ആളുടെ ഹൈറ്റ് നമ്മളൊരു നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് ഇവിടേക്ക് എത്തുന്ന ഒരു മൂവ്മെന്റ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞ് അത് താഴേക്ക് വരുന്നത് കൺസിഡർ എടുക്കുക. അതേ സ്ഥലത്ത് തന്നെ പോയി വീണെന്ന് വിചാരിക്കുക. അങ്ങനെ വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സ്ഥലം മാറ്റി വെച്ചതേ ഉള്ളൂ. പോയി എറിഞ്ഞ കല്ല് അവിടെ തന്നെ വീണെന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു മുകളിലേക്ക് h താഴേക്ക് h, ടോട്ടൽ 2h ആയിരിക്കും എന്ത്? ഡിസ്റ്റൻസ്. ഞാൻ ഒന്നും ആവർത്തിക്കുകയാണ്, കല്ല് എറിയുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് വീഴുന്നത്. ഇതും a ആണ്, ഇതും a ആണ്. എറിയുന്ന അതേ സ്ഥലത്ത് തന്നെ വീഴാണെന്ന് വിചാരിക്കാം. അപ്പൊ ഡിസ്റ്റൻസ് ഈക്വൽ ടു എത്രയാണ്? 2h ആണ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിലോ, ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഈ എറിഞ്ഞ കല്ല് മുകളിൽ പോയി കറക്റ്റ് സ്ഥലത്ത് തന്നെ വീഴുകയാണെങ്കിൽ ഇനിഷ്യൽ പൊസിഷനും a ആണ്, ഫൈനൽ പൊസിഷനും a ആണ്. അങ്ങനെയാകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇപ്പൊ രണ്ടാമത്തെ എക്സാമ്പിളിൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എത്രയായി? 0 ആയി. വേറെ എക്സാമ്പിൾ നോക്കി, ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്? എറിയാണ്. ഈ എറിയുന്ന ഒബ്ജക്ട് നേരെ മുകളിൽ പോയിട്ട് എന്ത് ചെയ്യും? താഴെ വന്ന് വിചാരിക്കും. ഓക്കെ, ഈ മുകളിലത്തേക്ക് ഈ എറിയുന്ന സ്ഥലത്ത് നിന്ന് മുകളിൽ വരെയുള്ള ഡിസ്റ്റൻസ് ഒരു h എന്നും ഈ ഇത്രയും ബാക്കി താഴെയുള്ള ഡിസ്റ്റൻസ് ഒരു h ഡാഷ് ആണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഈ മാക്സിമം ഹൈറ്റ്, എറിയുന്ന സ്ഥലത്ത് നിന്ന് മാക്സിമം ഹൈറ്റ് ഒരു h ഹൈറ്റും അതുപോലെ തന്നെ ഈ കെട്ടിടത്തിന്റെ ഉയരം ഒരു h ഡാഷ് ആണെന്ന് കൺസിഡർ ചെയ്യുകയാണ്. ബോഡി മുകളിലേക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നു? താഴെ വീഴുകയാണ്. ഞാൻ ഇവിടെയും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കാൽക്കുലേറ്റ് ചെയ്യാണ്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ആദ്യം ഈ ഒബ്ജക്റ്റ് മുകളിലേക്ക് പോയി, ഹൈറ്റ് എത്രയാണ്? h പ്ലസ്, ഇനി അത് നേരെ താഴേക്ക് വന്നു. ഈ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ h h ഡാഷ് ആഡ് ചെയ്യുന്നതാണ്. h പ്ലസ് h ഡാഷ്, ശരിയല്ലേ? h പ്ലസ് h ഡാഷ് ആഡ് ചെയ്യുമ്പോൾ 2h പ്ലസ് h ഡാഷ് കിട്ടും. ഇതാണ് ഡിസ്റ്റൻസ്. ഇതേപോലെ ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ പോയിന്റ് a, ഫൈനൽ പോയിന്റ് എവിടെയാ? b. ഈ അകലം ഈ h ഡാഷ് ആണ് ഇനിഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് തമ്മിലുള്ള അകലം h ഡാഷ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പ്രൊജക്ട് ചെയ്തത് മുകളിലേക്ക് ആയതുകൊണ്ട് മുകളിലോട്ടുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എടുക്കേണ്ടത്. ഇനിഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണ്, താഴേക്കാണ് അല്ലെ. അത് നേരെ മുകളിലോട്ട് എറിഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മൈനസ് h ഡാഷ് എന്ന് കൺസിഡർ ചെയ്യണം അല്ലെ. നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് താഴേക്കാണ്, പക്ഷേ ബോഡി എറിയുന്നത് എങ്ങോട്ടാണ്? മുകളിലേക്കാണ്. അപ്പൊ മുകളിലേക്കാണ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് വന്നേക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് a നിന്ന് b യിലേക്ക്. ഇതാണ് നമ്മുടെ ഇനിഷ്യൽ പോയിന്റ്. ഇതാണ് കറക്റ്റ് ഇവിടെ തന്നെ വന്ന് വീണെന്ന് വിചാരിക്കാം. പടം വരയ്ക്കുമ്പോൾ അങ്ങനെ വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെയാണ് b. a നിന്ന് b യിലേക്കുള്ള ഈ അകലം a to b എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായ ഇനിഷ്യൽ വെലോസിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? മൈനസ് h ഡാഷ് കൊടുക്കണം. അപ്പൊ ഇതാണ് 3 എക്സാമ്പിളുകൾ, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തരംതിരിക്കാനുള്ള 3 എക്സാമ്പിളുകൾ. ഏതൊക്കെയാണ്? എക്സാമ്പിൾ 1, ഒരു സെമി സർക്കുലർ പാത്തിലൂടെ r റേഡിയസ് ഉള്ള സെമി സർക്കുലർ പാത്തിലൂടെ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോഴുള്ള ഡിസ്റ്റൻസ് അത് πr-ഉം ഡിസ്പ്ലേസ്മെന്റ് 2r-ഉം ആണ്. അതുപോലെ ഒരു ബോഡി a എന്ന് പ്രൊജക്ട് ചെയ്തു, കറക്റ്റ് a തന്നെ വീണു, ഹൈറ്റ് h ആണെങ്കിൽ ഡിസ്റ്റൻസ് 2h-ഉം ഡിസ്പ്ലേസ്മെന്റ് 0-ഉം. ഒരു ഉയരത്തിൽ നിന്ന് എറിയാണ്, ആ ഉയരം h-ഉം ആ ഏത് ഉയരത്തിനാണ് എറിയുന്ന ആ കെട്ടിടത്തിന്റെ ഉയരം h ഡാഷും ആണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് h പ്ലസ് h ഡാഷ് 2h പ്ലസ് h ഡാഷും.
അതേപോലെ ഫൈനൽ പൊസിഷനും ഇനിഷ്യൽ പൊസിഷനും തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എ നിന്ന് ബിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ എറിയുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് -h'. ഇത്രയാണ് എക്സാമ്പിളിലൂടെ നമുക്ക് പറയാനുള്ള കാര്യം. നമ്മൾ അടുത്തായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സ്പീഡിനെ കുറിച്ചാണ്. ഒരു ബോഡിയുടെ സ്പീഡ്, SPEED. നിങ്ങൾ ഇതൊക്കെ 9th പഠിച്ചിട്ടുള്ളതാണ്, എളുപ്പമുള്ള കാര്യമാണ്. എന്താണ് സ്പീഡ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് സ്പീഡ്. അതായത് ഒരു ബോഡി സമയം കഴിയുന്നതനുസരിച്ച് പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. പൊസിഷൻ മാറുന്നതനുസരിച്ച് അതിന് ഡിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. ടൈമിനനുസരിച്ചുള്ള ഡിസ്റ്റൻസിന്റെ ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് സ്പീഡ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ്. അപ്പോൾ സ്പീഡ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് എന്ത്? സ്പീഡ്. ഈ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ജസ്റ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ എന്ന് വെച്ചാൽ ഒരു t ടൈമിൽ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് s ആണെങ്കിൽ s/t വിളിക്കുന്ന പേരാണ് സ്പീഡ്. ഇപ്പോൾ ഒരു ബോഡി ടൈം കഴിയുന്നതോറും പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. പൊസിഷൻ മാറുന്നതനുസരിച്ച് ഡിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ യൂണിറ്റ് ടൈമിലെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് സ്പീഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ എടുത്ത് എന്ത് കിട്ടിക്കോളും? സ്പീഡ് കിട്ടിക്കോളും. ഇതിന്റെ യൂണിറ്റ് ഒക്കെ അറിയാലോ. സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് കിലോമീറ്റർ പെർ അവർ ആവാം, അല്ലെങ്കിൽ എന്താവാം സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആവാം, എന്തുകൊണ്ടാവാം, അല്ലെങ്കിൽ മീറ്റർ പെർ മിനിറ്റ് ആവാം, അതിലൊന്നും വിഷയമില്ല. അപ്പൊ ഇതാണ് എന്ത്? സ്പീഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒന്നാമത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു. ഡെഫിനിഷനിൽ ആദ്യം വരുന്നത് എന്താ? മോഷനാണ്. രണ്ടാമത് പറഞ്ഞത് പോയിന്റ് ഒബ്ജക്റ്റ്. പിന്നെ പറഞ്ഞത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ്. 3 തരത്തിലുള്ള മോഷൻ: 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ. പിന്നെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും പറഞ്ഞു, അവരുടെ ഡിസ്റ്റിങ്ഷൻ പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ കുറച്ച് എക്സാമ്പിളുകൾ. അവസാനം എത്തിയിരിക്കുന്നത് സ്പീഡിലാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് സ്പീഡ്. അതായത് ഒരു ബോഡി ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഒരു പർട്ടിക്കുലർ ടൈം കൊണ്ട് ട്രാവൽ ചെയ്തു. ഇപ്പോൾ ഉദാഹരണത്തിന് A എന്നുള്ള പോയിന്റ് ഇരിക്കുന്ന ബോഡി ഒരു B എന്ന് പറയുന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്തെത്തി. ആ മൂവ് ചെയ്ത പാത്തിന്റെ ലെങ്ത് s-ഉം അത് കവർ ചെയ്യാൻ എടുത്ത ടൈം t ആണെങ്കിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു s/t. അതാണ് സ്പീഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇത്രയാണ് ഒന്നാമത്തെ ടോപ്പിക്.